കഴിക്കുവാനായിട്ട് മുഖ്യമന്ത്രിയായി അങ്ങ് വരണം എന്നുള്ളത് ഞങ്ങളുടെ പ്രത്യാശ. തീർച്ചയായിട്ടും ഇനിയുള്ള അനേകം വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി മുഴുവനും ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു വിധി നിർണയത്തിലൂടെ അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു ദിവസം നാളെയാണ്. അപ്പം നാളെ അറിയാം കേരളത്തിൻ്റെ ഭാവി ഇനി ആരുടെ കയ്യിലായിരിക്കും എന്ന്. UDF കയ്യിലാണോ അതോ LDF കയ്യിലാണോ, അതുപോലെ BJP എത്ര സീറ്റ് കേരളത്തിൽ നേടാൻ സാധിക്കുമെന്നൊക്കെ നാളെ അറിയാം. അപ്പം ഇപ്പം മുഖ്യമന്ത്രിയായി വരണം എന്ന് VD സതീശനൊരു ആശംസകളൊക്കെ കിട്ടിയേക്കുവാണ്. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രിയാവണം എന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവണം എന്ന്. ഒരു കാര്യത്തിനോട് മാത്രമേ എനിക്ക് VD സതീശനോട് വിയോജിപ്പുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലെടുത്ത ആ ഒരു തീരുമാനം ഒഴിച്ചാൽ ബാക്കി എനിക്ക് VD സതീശനോട് എനിക്ക് ഒരു വിയോജിപ്പില്ല. കാരണം വിയോജിപ്പുള്ളതെന്ന് വെച്ചാൽ ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അത്രയും മനസ്സിലാക്കാതെ, അത്രയും ആ ഒരു കേസിനെ പഠിക്കാതെ പെട്ടെന്നെടുത്ത പുള്ളി ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്, അഭിഭാഷകൻ കൂടിയാണ്. അപ്പം ഒരു അഭിഭാഷകന് ആ ഒരു കേസിനെ പഠിക്കാതെ പെട്ടെന്നെടുത്തൊരു തീരുമാനത്തിൽ രാഹുലിനെ പുറത്താക്കിയതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ UDF അധികാരത്തിൽ വന്ന് VD സതീശൻ മുഖ്യമന്ത്രി ആവുമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. അതാണ് വേണ്ടുന്നത്. അപ്പം VD സതീശൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആവണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കഴിഞ്ഞ ആദ്യത്തെ 5 കൊല്ലം UDF ഭരണം നഷ്ടമായപ്പോഴത്തേക്ക് LDF വന്നപ്പോഴത്തേക്ക് ആ സമയത്ത് VD സതീശൻ ഇല്ലായിരുന്നു പ്രതിപക്ഷത്ത്. അതിനുശേഷം അടുത്ത 5 കൊല്ലം VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന 5 കൊല്ലം UDF കൊടുത്തൊരു മൈലേജ് ഉണ്ട് VD സതീശൻ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇപ്പം VD സതീശൻ എന്നൊരു വ്യക്തി പ്രതിപക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു ഇലക്ഷന് നമുക്ക് UDF അധികാരത്തിൽ വരുമെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറയാൻ പോലും പറ്റാത്ത രീതിയിലായിപ്പോയേനെ അല്ലേ. ഒരു ഭരണമാറ്റം എപ്പോഴും നല്ലതാണ്, അത് നല്ലതാണ്. ഒരു 5 കൊല്ലം LDF ഭരിച്ചാലും ഒരു 5 കൊല്ലം UDF ഭരിക്കട്ടെ, അങ്ങനെ പോകണം. പക്ഷേ ഇവിടെ VD സതീശൻ എന്നൊരു നേതാവിൻ്റെ ഒരു കാലിബർ വേറൊന്ന് തന്നെയാണ്. നമ്മൾ കണ്ടാണ് ഇലക്ഷനൊക്കെ തൊട്ട് മുമ്പോടിയായിട്ട് VD സതീശൻ നയിച്ച സംഗമങ്ങൾ, അതുപോലെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രചരണത്തിനിറങ്ങിയ, ഇലക്ഷന് മുമ്പായിട്ട് പ്രചരണത്തിനിറങ്ങിയ ഓരോ ആളുകൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഓടിപ്പോയി, ഷാഫി പറമ്പിലായിക്കോട്ടെ VD സതീശനായിക്കോട്ടെ, അതൊക്കെയാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അല്ലാതെ ചുമ്മാ ഞാൻ സീനിയറാണ് അല്ലെങ്കിൽ എന്നെ കഴിഞ്ഞിട്ട് മറ്റുള്ള ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ കസേര കയറി ഇരുന്ന് രാവിലെ ഒരു കതറ് വിട്ട് ഇറങ്ങിയിട്ട് വണ്ടി കയറി, ഗവൺമെൻറ്റിൻ്റെ വണ്ടി കയറി, AC വണ്ടി കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര നടന്നിട്ട് കുറച്ച് മീഡിയസിനെയും വിളിച്ച് കൂട്ടിയിട്ട് പോകുന്നിടത്ത് അവിടെ ഒരു മീറ്റിംഗ് അരമണിക്കൂർ, അവിടെ ഒരു പ്രസ് മീറ്റിംഗ്, കുറച്ച് കഴിഞ്ഞ് ഇപ്പുറം വന്നൊരു പ്രസ് മീറ്റിംഗ്, അങ്ങനെ ഒരു ദിവസം കഴിയും. അങ്ങനെയല്ല. പക്ഷേ പ്രചരണത്തിന് ഇറങ്ങും. അതാണ് ഞാനൊരു നേതാവാണ് അല്ലെങ്കിൽ ഞാനൊരു പ്രതിപക്ഷ നേതാവാണ് എന്നൊന്നും ചിന്തിക്കാതെ ഫുൾ ടൈം പ്രചരണത്തിന് വേണ്ടി മാത്രം ഈ കഴിഞ്ഞ 5 കൊല്ലം ലൈഫ് മാറ്റിവെച്ചൊരു വ്യക്തിയാണ് VD സതീശൻ. അതുകൊണ്ട് VD സതീശൻ തന്നെ ആവണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞാർക്ക് കുരു പൊട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പം മുഖ്യമന്ത്രിയായി വരണമെന്ന് പറഞ്ഞ് VD സതീശന് ഇപ്പം ഒരു ആശംസകൾ വന്നേക്കുവാണ്. പറവൂർ ഡോൺ ബോസ്കോ പള്ളി വികാരിയാണ് VD സതീശന് ആശംസകൾ അറിയിച്ചത്. അപ്പം എന്തായാലും ഞാൻ ആ ഒരു വാർത്ത ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടുപോകേ. ചർച്ചകൾക്കിടെ മുഖ്യമന്ത്രിയായി കേരളത്തെ നയിക്കട്ടെ എന്ന് VD സതീശനൊരു ആശംസ കിട്ടി. എറണാകുളം പറവൂർ ഡോൺ ബോസ്കോ പള്ളി വികാരി പ്രിൻസ് പടമാട്ടുമേലാണ് ഈ ആശംസ അറിയിച്ചത്. പള്ളിയിലെ പന്തൽ കാൽനാട്ടൽ ചടങ്ങിനെത്തിയതായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമുള്ളത് ഈ തിരുഹൃദയ തിരുനാളിന് ഇവിടെ ഭക്ഷണം കഴിക്കുവാനായിട്ട് മുഖ്യമന്ത്രിയായി അങ്ങ് വരണം എന്നുള്ളത് ഞങ്ങളുടെ പ്രത്യാശ. തീർച്ചയായിട്ടും ഇനിയുള്ള അനേകം വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി മുഴുവനും ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു വിധി നിർണയത്തിലൂടെ ഞങ്ങളെ നയിക്കുവാനും ഭരിക്കുവാനുമുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട്. എന്നാൽ അതേസമയം VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. പുള്ളി പ്രതികരിക്കത്തില്ല. പുള്ളി പ്രതികരിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിൽ ഇപ്പം കടിപിടി തന്നെ നടക്കും. ഇവിടെ പ്രതികരിച്ചാൽ അവിടെ പത്രസമ്മേളനം നടത്തും. അത് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ വിഷ്ണു.
SKN VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണിത്. അത് ഇന്ന് അദ്ദേഹം റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം ഡോൺ ബോസ്കോ പള്ളിയിലൊരു പന്തൽനാട്ടിൽ കർമ്മം ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് സ്ഥിരമായി അത് ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് വലിയൊരു ആശംസ ഈ പള്ളി വികാരിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. മുഖ്യമന്ത്രിയായി തിരിച്ചു വരട്ടെ, അതായത് പെരുന്നാൾ നടക്കുന്നത് 14-ാം തീയതിയാണ്. 14-ാം തീയതി ഈ പള്ളി അങ്കണത്തിലേക്ക് VD സതീശൻ എത്തുമ്പോൾ അത് മുഖ്യമന്ത്രിയായി വരട്ടെ എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിട്ടുള്ള ആശംസ. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിനും VD സതീശൻ തയ്യാറായില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹം കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ, അതിനുശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് പറവൂര് ഉള്ളത്. പറവൂര് ഏകദേശം 21,000 വോട്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം. ഇത്തവണ അത് മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് അത് അവരുടെ പ്രതീക്ഷ. അവരുടെ ക്യാമ്പയിൻ തന്നെ പറവൂരിന്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ പറവൂരിൽ നിന്ന് കേരളത്തിന്റെ പ്രതീക്ഷ എന്നാണ് VD സതീശൻ ഇത്തവണ പറവൂരിൽ അവതരിപ്പിച്ചത്. ഈ VD ബ്രിഗേഡ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഇത്തവണ എന്താണ് പ്രതീക്ഷ? പറവൂരിൽ ഭൂരിപക്ഷം കൂടുമോ? കേരളത്തിന്റെ ആവേശം തന്നെ പറവൂരിലാണ്. പറവൂരാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് പറവൂർ. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ് 25 കൊല്ലമായി പ്രതിനിധീകരിക്കുന്ന മണ്ഡലം, ഈ കോൺസ്റ്റിറ്റ്യുവൻസിയെ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ കേരളത്തിന്റെ ആവേശം പറവൂരിലാണ്. മുഖ്യമന്ത്രി അവരുടെ എല്ലാ പ്രതീക്ഷ അങ്ങനെയാണ്. പറവൂരിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാകണം എന്നുള്ളതാണ് പറവൂരിലെ ആളുകളുടെ പ്രതീക്ഷ. അതാണ് അവർ പങ്കുവെക്കുന്നത്. ആ പ്രതീക്ഷ ഇവിടുത്തെ പള്ളി വികാരിയും പങ്കുവെക്കുന്നു. പക്ഷേ അത്തരത്തിലൊരു പരസ്യ പ്രതികരണത്തിലേക്ക് VD സതീശൻ തയ്യാറായിട്ടില്ല. എറണാകുളം ജില്ല UDFന് എക്കാലത്തും വലിയ മേൽക്കൈ നൽകിയിട്ടുള്ള ജില്ലയാണ്. 14 സീറ്റുകളുണ്ട്. അവിടെ ഒരു ക്ലീൻ സേഫ് 14 നേടാമെന്ന പ്രതീക്ഷയാണ് UDF പങ്കുവെക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. കഴിഞ്ഞ തവണ 5 സീറ്റ് ഞങ്ങൾ നേടിയതാണ്, അതിൽ ഒരു സീറ്റ് കൂടി വർദ്ധിപ്പിച്ചത് 6 ആക്കാം എന്ന പ്രതീക്ഷ ഇടതുപക്ഷവും പങ്കുവെക്കുന്നു. 2020 2 പ്രധാനപ്പെട്ട സീറ്റുകൾ മത്സരിക്കുന്നുണ്ട്. കുന്നത്തുനാടും തൃപ്പൂണിത്തുറയിലും. അവിടുത്തെ ജയപരാജയം NDAക്കൊന്നും അവിടെ സീറ്റ് കിട്ടത്തില്ലടോ. NDAക്ക് എങ്ങനെ അവിടെ സീറ്റ് കിട്ടാൻ? എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? NDAക്കൊന്നും അവിടെ സീറ്റ് കിട്ടത്തില്ല, അത് പറയാം. പിന്നെ VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ട്. എനിക്കൊന്ന് ഭൂരിപക്ഷം കോൺഗ്രസ്സിലെ UDFലെ മുഖ്യമന്ത്രി ആരാവണമെന്ന എല്ലാത്തിനും ഭൂരിപക്ഷം നോക്കുമ്പോഴത്തേക്ക് VD സതീശൻ്റെ പേരാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഭയങ്കര ഒരു അടി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പല ആളുകളും ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് മിക്കവാറും വെളിയിൽ പോകുന്നൊരു സിറ്റുവേഷൻ കൂടി നമുക്ക് കാണാൻ ഇടയുണ്ടാവും. കാരണം അങ്ങനെയാണ്. VD സതീശൻ അധികാരത്തിൽ വരുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. അതുപോലെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്ന മറ്റൊരു ടീമുണ്ട്. അതുപോലെ K സുധാകരൻ മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്ന വേറൊരു ബാച്ചുണ്ട്. അത് ഇങ്ങനെ ഓരോ നമ്മൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന പോലെ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന പോലെ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോരോ ബാച്ചുകളാണ്. ആ ബാച്ചുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയുവാണെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പുള്ളിക്ക് നല്ല കഴിവുണ്ട്, കേപ്പബിലിറ്റി ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ഇനി അടുത്തൊരു 5 വർഷം UDFന് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കും. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് VD സതീശൻ വരണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ, ആര് വരണമെന്ന്. അപ്പം ഇപ്പം വേറൊരു കാര്യം കൂടെ ചിന്തിച്ചാൽ മതി. ഇപ്പം UDF അധികാരത്തിലെത്തുവാണെങ്കിൽ ആ എത്താൻ തന്നെ ഒരു കാരണക്കാരൻ നമുക്ക് അച്ഛൻ തെറ്റാതെ പറയാം, VD സതീശൻ തന്നെയാണ്. അതിനകത്തൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. See you.